ഗുഡ് ആഫ്റ്റർനൂൺ. കിരണിന്റെ അമ്മയാണല്ലേ? ഇരിക്കി. കിരണിനോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഏ ഇരിക്കാൻ പറഞ്ഞായിരുന്നോ? കോലം നോക്കിക്ക്. ഷർട്ടൊക്കെ വെളിയിലായി, ഇൻസൈഡൊക്കെ ഔട്ട്സൈഡായി. ടാഗ് ഒന്നും ഇട്ടിട്ടില്ല. ഇതൊന്നും ഇല്ലേ കിരണിന്? ഇല്ലാത്തോണ്ടാണോ ഇടാത്തത്? കിരണിന്റെ അമ്മേനെ കാണണമെന്ന് ഞാൻ കുറേ ആയി അവനോട് പറയുന്നു. എന്നെ വന്നെന്ന് അമ്മേനോട് കാണണമെന്ന് പറയണമെന്ന്. അവനത് മൈൻഡ് ആക്കുന്നില്ല. ഓരോരോ എക്സ്ക്യൂസ് പറയും ഞാൻ പറയുമ്പോ. പിന്നെ ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടതാണ്. മാർക്ക് നോക്കുവാണെങ്കിൽ ഒരു 60-65% ഉണ്ട് ഇപ്രാവശ്യം മാർക്ക്. ഏ എന്താ കിരണേ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയപ്പോ അത് മതി എന്നുള്ളതെല്ലാം തികഞ്ഞെന്നാണോ കിരണിന്? ഏ കൂട്ടുകെട്ട് ശരിയില്ല, അതാണ് മെയിനായിട്ടുള്ള കാരണം. ഈ കൂട്ടുകാരാണ്. എല്ലാ ക്ലാസ്സിലും കിരണ് പോയിട്ട് ഓരോ ക്ലാസ്സിലും ഏറ്റവും ഉഴപ്പന്മാരായിട്ടുള്ള കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ച് കിരണിന്റെ ഗ്യാങ്ങിലാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. ഏ അപ്പൊ അതാണ്, കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കിരൺ ഇങ്ങനെ നടക്കുവാണ്. ക്ലാസ്സിലൊക്കെ ബെല്ലടിച്ചു കഴിഞ്ഞാലും കിരണിനെ കാണാറില്ല. എപ്പോഴാ വന്ന് ക്ലാസ്സിൽ കയറുന്ന കിരണിന് തോന്നുമ്പോഴാണ്. ഒരു 9 A+ കിട്ടിയല്ലേ, 10 A+ ഉണ്ടല്ലേ, 10 A+ കിട്ടിയപ്പം എല്ലാം ആയെന്നാണ് വിചാരിക്കുന്നത്. മുന്നോട്ടിന് പഠിക്കേണ്ടതാണ് കിരണിന്റെ വിചാരം തോന്നുന്നു. കിരണ് പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. ഞാൻ അതുകൊണ്ട് ഇന്റർവെൽ ടൈമിലെല്ലാം ഞാൻ കിരണിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് ഞാൻ ഈ ഉപദേശമാണ്. കിരൺ ഇപ്പൊ പറയുന്നൊന്നും മനസ്സിലാവൂല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നല്ല കാലിബറുള്ള കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മകനെ കുറിച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കൂട്ടുകെട്ടാണ്. കൂട്ടുകാരാണ് ഈ പ്രശ്നം. അപ്പൊ കൂട്ടുകെട്ടൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ പറയും. അമ്മയുടെ വിഷമം കണ്ടോ? അമ്മയുടെ മുഖത്തെ വിഷമം കണ്ടോ കിരണ്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്ത് വിഷമം ഉണ്ടെന്ന്. എന്തിനാ ഇങ്ങനെ അമ്മേനെയൊക്കെ വിഷമിപ്പിക്കുന്നത്? ഇത്രയും കഴിവുള്ള കുട്ടിയല്ലേ, നന്നായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടാ പറഞ്ഞത്. ആ ടീച്ചറെ, എനിക്കൂടി പറഞ്ഞേക്ക് ചായ. ആ ഓക്കെ. കിരണിന്റെ അമ്മ അല്ലേ? ഇരിക്കി. കിരണ് വീട്ടിൽ വന്നാ എങ്ങനെയാ, പഠിക്കുന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. മാർക്ക് കിരണിന് കുഴപ്പമില്ല. എന്റെ സബ്ജക്റ്റിന് മാർക്കൊക്കെ ഉണ്ട്. പിന്നെ കിരണിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങള് അല്ലേ കിരണേ? ആ ആ കിരണിന് എങ്ങനെയാ, പോക്കറ്റ് മണിയൊക്കെ കൊടുക്കാറുണ്ടെന്ന് തോന്നല്ലോ ഇഷ്ടം പോലെ അല്ലേ? ഉം ഇവിടെ അടുത്തല്ലേ കിരണിന്റെ വീട്? നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. ആ എത്ര മണിയാകും കിരണ് വീട്ടിലെത്തുമ്പോ? 4 മണി കഴിയോ? ഇവിടെ 3:30-ക്ക് ക്ലാസ് കഴിയുന്നതാണ്. 15 മിനിറ്റോ മറ്റോ അല്ലേ നടക്കാനുള്ളൂ വീട്ടിലേക്ക്. ഇത്രയും ലേറ്റ് ആവുന്ന എന്താ? ഒന്ന് നോക്കണം കേട്ടോ, കിരണിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുന്നു എന്തെടുക്കുന്നു ഒക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പൊ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? അല്ല, പ്രശ്നമൊന്നുമില്ല. പിള്ളേരുടെ പ്രായത്തിന്റെ സ്റ്റാഫ് റൂമിലെ ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ ആയാലും ഒരു സംസാരമുണ്ട്. ആ, പിന്നെ ധന്യന്റെ പാരന്റ്സിനെ കണ്ടില്ലേ കിരണെ? ധന്യ B ക്ലാസ്സിലുള്ള കുട്ടിയാ. പരിചയപ്പെടുത്തി കൊടുത്തില്ലേ കിരണെ അമ്മയ്ക്ക് ധന്യനെ? അവിടെ ഇവിടെയൊക്കെ നിന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണാം എപ്പ നോക്കിയാലും. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത്. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് പരിചയപ്പെടുത്തി തന്ന് കാണുന്നു ധന്യനെ. ഉം ഫോണ് ഉണ്ടല്ലേ കിരണിന്? ആ ഈ ഫോണൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? മുറി അടച്ചിരുന്നിട്ട് ഫോണിലൊക്കെ നോക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നില് +2 അല്ലേ. പിള്ളേരുടെ പ്രായം ഇതാണ്. ഉം വേറൊന്നുമില്ല കിരണിന്റെ. അല്ല, അയ്യോ പേടിക്കാനൊന്നുമില്ല. ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതാ കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മളിപ്പോ പഠിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴേ നമ്മള് മാർക്കൊക്കെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കും. എടാ വിപിനെ, നിന്റെ അമ്മ പോയോ? എന്നെ കണ്ടിട്ടേ പോകാനുള്ളെന്ന് പറയണം. ആ വഴിക്ക് അങ്ങ് പോകരുത്, പറഞ്ഞേക്കണം. ആ വീട്ടിൽ വന്ന് പഠിക്കാറുണ്ടോ കിരണ്? ആ പാസ്സായിട്ടുണ്ട്. പാസ്സായിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടി പാസ്സായിട്ടുണ്ട്. ഏ എന്തൊരുഴപ്പാന്ന് വിചാരിച്ച, വാസ്തു ക്ലാസ്സിൽ ശ്രദ്ധിക്കേയില്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ മകനെ ഒരിക്കൽ സ്കൂളിലേക്ക് വിട്ടാ പോരാ, അവന്റെ പഠന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അന്ന് നിങ്ങൾ സീരിയലും കണ്ടിരിക്കുന്നോണ്ടാണ്. ഇവ സ്കൂളിൽ വന്നിട്ട് ഇവൻ പഠിക്കുന്നുണ്ടോ, ഇവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? എടാ, നീയൊക്കെ നിൽക്കുന്നത് ബോർഡറിലാണ്. നീയൊക്കെ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം. ഇങ്ങോട്ട് വീണാ നീ രക്ഷപ്പെട്ടു, പക്ഷെ ഇങ്ങോട്ട് വീഴാനുള്ള ചാൻസാ നിനക്കൊക്കെ കൂടുതലും. ഇവന്മാരെ ഗ്യാങ് എനിക്കൊരു പേരിട്ടിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കണം. നിന്റെ അമ്മ കേക്കട്ടെ, പറഞ്ഞു കൊടുക്ക്. നീയൊന്നും അല്ല ടീച്ചറേന്നോ? എനിക്കറിയാടാ, എനിക്ക് എല്ലാരെയും അറിയാം.
ഞാൻ ഈ പണി ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ല ഇത് കേട്ടോ. നീയൊക്കെ പഠിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീയൊക്കെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ കണ്ട കടത്തുണ്ടേലും കണ്ട പോസ്റ്റിന്റെ മേലെയും മതിലിന്റെ മേലെയൊക്കെ കയറി വായി നോക്കി ഇങ്ങനെ ഇരിക്കാം. വേറെ ഒന്നിനും കൊള്ളത്തില്ല. ഇവന്മാർ എനിക്ക് ഇട്ടേക്കുന്ന പേരാണ് പൂത്തിരി മറിയ. എന്ത് കണ്ടിട്ടിട്ടത് ഇവന്മാര്? ഞാൻ അറിയാലെന്ന് വിചാരിച്ചു ഇതൊക്കെ. നിങ്ങൾ മകനെ സ്കൂളിലേക്ക് വിട്ട ടീച്ചർമാർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ പിള്ളേരെ, കേട്ടാ പറഞ്ഞത്. അത്രയ്ക്ക് ഉഴപ്പാണ്. യോ ഇവന്മാരോടൊക്കെ ഒച്ചയിട്ടിട്ട് എനിക്ക് തൊണ്ടയില്ല. എനിക്ക് അത് പറഞ്ഞാ മതി. ഇങ്ങനെ ഉണ്ട് കുറെ എണ്ണം. അർച്ചന, ഞാനേ നോട്ട് നോക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്തോണ്ട് ക്ലാസ്സിൽ കൊടുക്കണേ. പിന്നെ അച്ഛൻ വന്നിട്ട് ചെലവൊന്നും കിട്ടിയില്ല UK വന്നിട്ട്. കിരണിന്റെ അമ്മ വാ. മാത്സ് ടീച്ചർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന കേട്ടല്ലോ. ടീച്ചർക്ക് കുറച്ച് ദേഷ്യമുള്ളതാ, അതുകൊണ്ട് അന്ന് ഓർത്ത് പേടിക്കണ്ട കേട്ടോ. ടീച്ചർ എല്ലാരോടും അങ്ങനെയാ. അങ്ങനെ അത്രയും പറയാൻ മാത്രം ഒന്നും അവനങ്ങനെ കുഴപ്പമൊന്നുമല്ല, മിടുക്കനാ. കുഴപ്പമൊന്നുമില്ല അവന്, മാർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ അവന്റെ പ്രായത്തിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു, അതൊന്നും കുഴപ്പമില്ല. മിടുക്കനായിട്ട് പഠിച്ചോളൂ, അവൻ മിടുക്കനല്ലേ. 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ടല്ലോ. അവൻ ഫൈനൽ എക്സാം ആവുമ്പോൾ ഒരൊറ്റ പഠിത്തമല്ലേ, കയറി വന്നോളും, പേടിക്കാനൊന്നുമില്ല. ടെൻഷൻ അടിക്കണ്ട. അമ്മയുടെ മോൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. നോക്കി ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, മിടുക്കനാ, നല്ല കഴിവുള്ള കുട്ടിയാണ്. പിന്നെ മറ്റുള്ള കുട്ടികളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ അത്ര മാർക്കുണ്ടല്ലോ, നിനക്ക് ഇത്ര ഉള്ളല്ലോ, ഒന്നും വേണ്ട, അവൻ പഠിച്ചോളും. ഏത് സമയത്ത് വേണേലും എപ്പോൾ വേണേലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചറിനെ വിളിക്കണം. എനിക്ക് കുട്ടികൾ ഡൗട്ട് ചോദിക്കാത്തല്ല സങ്കടമുള്ളൂന്നേ. ഒരു ബുദ്ധിമുട്ടുമില്ല ടീച്ചർക്ക്. ഞാൻ എല്ലാവർക്കും എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും എത്ര നേരം വേണേലും എനിക്ക് ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ, ടെൻഷനൊന്നും വേണ്ട, മിടുക്കനാ. ഞാനാ ക്ലാസ് ടീച്ചർ അവന്റെ, അപ്പൊ എനിക്കറിയാലോ. എടോ ആര്യ, നാളെ മലയാളത്തിന്റെ പീരീഡ് ക്ലാസ്സിലിരുന്നോളാം. ഡാൻസ് പ്രാക്ടീസ്, മലയാളത്തിന്റെ എല്ലാ പീരീഡും നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ആണല്ലേ, മലയാളം പഠിക്കണ്ടേ? ഇതാണ് കുട്ടികളുടെ കുഴപ്പം. ഡാൻസ് പ്രാക്ടീസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, പാട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും മലയാളത്തിന്റെ പീരീഡ് പ്രാക്ടീസ്. മലയാളം എന്താ പഠിക്കണ്ടേ? കിരണ, നീ എത്ര നാളായടാ മലയാളത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട്? ബാക്കി എല്ലാ വിഷയത്തിനും പാസ്സായിട്ട് മലയാളത്തിന് പാസ്സായിട്ടില്ലെങ്കിൽ +2 ഫെയിലാണ് കേട്ടോ. മലയാളത്തിനാവും നോക്കുമ്പോ മാർക്കുണ്ട്. എഴുതി മേടിക്കാൻ മലയാളം അല്ലേ എന്നുള്ളൊരു ചിന്തയാണ് കുട്ടികൾക്ക്. നീ ഇപ്പൊ തന്നെ അമ്മേനെ എന്നെ കാണിക്കാണ്ട് കൂട്ടിക്കൊണ്ട് പോവുമല്ലായിരുന്നോ? ഒറ്റ ഒരാള് എന്നെ കാണിക്കുന്നില്ല, ഒറ്റ ഒരു രക്ഷിതാവും വന്ന് എന്നെ കാണുന്നില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണോ? അത് പഠിക്കണ്ടെന്നാണോ? അത് പഠിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. 5ഓ 6ഓ കുട്ടികളുടെ പാരന്റ്സ് ആണ് എന്നെ വന്ന് കണ്ടത്, വേറെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എല്ലാരെയും ഞാൻ പിടിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ കണ്ടത് കൊണ്ട് കിരണ അമ്മേനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ തന്നെയല്ലേ മലയാളവും, പഠിക്കേണ്ടതല്ലേ? ഈസിയാണ് എഴുതിയെടുക്കാന്നുള്ളൊരു ചിന്തയാണ് കുട്ടികൾക്ക്. ഞാൻ ഈ തല്ലിക്കുട്ടി പഠിപ്പിക്കാനൊന്നും നിൽക്കാറൊന്നുമില്ല. ഇവിടെ ടീച്ചേഴ്സൊക്കെ ഓവറാണ്. ഒരു സ്പെഷ്യൽ ക്ലാസ്സും വെച്ച് ഈവനിങ് ക്ലാസ്സും വെച്ചിട്ടൊക്കെ ഞാൻ തല്ലിക്കുട്ടിയൊന്നും ഞാൻ പഠിപ്പിക്കാറില്ല. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. ആ പീരീഡ് ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. ഒറ്റ കുട്ടികൾ ഉണ്ടാവൂലെന്നേ, എല്ലാവരും പ്രാക്ടീസിന് പോകുന്നൊരു ഇതാണ് കണ്ടേക്കുന്നത് മലയാളം പീരീഡ്.